Hi all, today we are going to discuss about Kohlberg's theory of moral development. The theory was proposed by Lawrence Kohlberg and he was born in 1927. He died on January 17th, 1987 and his book on moral development is used by teachers around the world to promote moral reasoning. Kohlberg's theory of moral development is divided into three levels: pre-conventional level, കൺവെൻഷണൽ ലെവൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. കോൾബർഗ് അദ്ദേഹത്തിൻ്റെ തിയറീനെ 3 ലെവലിലായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണലാണ്, സെക്കൻഡ് ലെവൽ കൺവെൻഷണൽ ലെവലാണ്, മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് പോസ്റ്റ് കൺവെൻഷണലാണ്. ഇനി ഈ ഓരോ ലെവലിനെയും അദ്ദേഹം എന്തായിട്ട് 2 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ലെവലിനെയും അദ്ദേഹം വീണ്ടും 2 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ലെവലും 6 സ്റ്റേജസും ഉള്ളതാണ് എന്ത് കോൾബർഗിൻ്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഈസ് ദ സമ്മറി ഓഫ് ദ Kohlberg's moral development theory. Here there are 3 levels and 6 stages. Okay, the first level is pre-conventional level and it is divided into 2 stages. The first stage is known as obedience and punishment orientation. The second stage is known as individualism, instrumentalism and exchange or instrumental orientation. Second level is conventional level and it is divided into again 2 stages, and the third stage is good boy or good girl orientation. The fourth stage is law and order orientation or authority and social order. Then the third level is post conventional level. It is divided into 2 stages, and the fifth stage is social contract orientation, and the sixth stage is principal conscience or universal ethical principle orientation. We move on to the level 1. It is pre-conventional level or pre-conventional morality. pre-conventional level ഈ ഒരു ഇതിൽ 2 സ്റ്റേജാണുള്ളത്. ഒന്ന് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റും പിന്നെ ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷനും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 4 to 10 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ പ്രീ കൺവെൻഷണൽ ലെവൽ വരുന്നത്. അവിടെ കുട്ടികൾ പണിഷ്മെൻറ്റിനെയും ഒബീഡിയൻസ്, സെൽഫ് ഇൻട്രസ്റ്റ് ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിന് അദ്ദേഹം പേര് കൊടുത്തിരിക്കുന്നത് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻ്റ് എന്നാണ്. അതായത് ഇപ്പം ഇതാണ് മോറൽ ഡെവലപ്മെൻറ്റിലെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജ്. അപ്പോൾ ഇത് കാണുന്നത് ഇപ്പോൾ ഒരു ആ ഒരു സ്റ്റാർട്ടിങ് ഏജിലാണ്. ഇപ്പോൾ ഒരു 4 വയസ്സ് തൊട്ടുള്ള കുട്ടികളിലാണ് ഈ ഒരു സ്റ്റേജൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ള കാരണം കൊണ്ട് അവർ ഇപ്പോൾ നമ്മുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ അതർ എൽഡേഴ്സിൻ്റെയോ ഒക്കെ കാര്യങ്ങൾ അനുസരിക്കുകയാണ്, അവർ പറയുന്നത് അനുസരിക്കുകയാണ്. അതാണ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ്. അവർ സ്വന്തം ഇഷ്ടത്തോടു കൂടിയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ടീച്ചർ ഹോംവർക്ക് കൊടുത്തു വിടുന്നു. അപ്പോൾ ഹോംവർക്ക് ചെയ്തു കൊണ്ടുവന്നില്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കും എന്നുള്ള കാരണത്താൽ മാത്രം ആ ഹോംവർക്ക് ചെയ്തു കൊണ്ടുവരിക. അതാണ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് എന്നൊരു സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു 10 വയസ്സിനോട് അടുത്തുള്ള കുട്ടികളിലാണ് ഈ ഒരു കാര്യം കാണുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു, ഒരു പണിഷ്മെൻറ്റിനെ പേടിച്ചിട്ട് അവർ കാര്യങ്ങൾ അനുസരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അവർക്ക് എന്ത് ചെയ്യാം, ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങും. അതുപോലെ തന്നെ ഇപ്പോൾ പാരൻസിൻ്റെയോ എൽഡേഴ്സിൻ്റെയോ എന്തെങ്കിലും റിവാർഡ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ ഓർഡറിനെ ഒബേ ചെയ്യാം. അതാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഏകദേശം ഒരു 10 വയസ്സിനോട് അടുത്ത കുട്ടികളിലാണ് ഈ ഒരു ഇത് കാണുന്നത്, മോറൽ ഡെവലപ്മെൻറ്റ് കാണുന്നത്. ഇവിടെ അവർ പണിഷ്മെൻറ്റിനല്ല പേടിക്കുന്നത്. ഇവരെന്തിനാണ് ചെയ്യുന്നത്, റിവാർഡ് കിട്ടും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അവർ ആ ഓർഡർ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു മോഡൽ ഉണ്ടാക്കി കൊണ്ടുവരുമോ, ഇപ്പോൾ ഒരു ഫോട്ടോസിന്തസിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആൾക്ക് ഞാൻ ഇന്ന ഗിഫ്റ്റ് തരും. അപ്പോൾ ആ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ ആ ഒരു കാര്യം ചെയ്തിട്ട് വരിക. അതാണ് സ്റ്റേജ് 2-ൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ ദ സെക്കൻഡ് ലെവൽ ഈസ് കൺവെൻഷണൽ ലെവൽ. ഇൻ ദിസ് സ്റ്റേജ് ടീൻസ് ലേൺ ടു കൺഫോം ടു അതേഴ്സ്. Rules or laws are upheld, usually occurs around
മിഡിൽ സ്കൂൾ. ഇതൊരു 10 to 13 ഇയേഴ്സിന് ഇടയിലുള്ള കുട്ടികളിലാണ് ഈ കൺവെൻഷണൽ ലെവൽ കാണുന്നത്. ഇത് 2 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഗുഡ് ബോയ് ഓർ ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ ആൻഡ് സ്റ്റേജ് 4 മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. അപ്പോൾ സ്റ്റേജ് 3 ഗുഡ് ബോയ് ഓർ ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ 10 to 13 ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഒരു അഡോളസൻ്റ് ഏജിലേക്ക് കിടക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവർ സോഷ്യലി കുറച്ചുകൂടെ ഇൻട്രാക്റ്റബിൾ ആയിരിക്കും, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ അവർ അവിടെ ഈ ഒരു സ്റ്റേജിൽ എന്താ ചെയ്യുക, ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ അപ്പോൾ അവർ സമൂഹത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എനിക്കൊരു ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ പദവി കിട്ടുക. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുത്ത് ചെയ്യുന്നു. അതാണ് ഈ ഒരു സ്റ്റേജിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ സോഷ്യൽ എക്സ്പെക്റ്റേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു റോള് അവർ തിരഞ്ഞെടുത്ത് ചെയ്യുന്നത്. അതാണ് സ്റ്റേജ് 3 ഇതിൽ പറയുന്നത്. വി മൂവ് ഓൺ ടു ദ സ്റ്റേജ് 4 മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. ഇവിടെ പറയുന്നത് കുട്ടി, നമ്മൾ പറഞ്ഞു ഇതൊരു 10 to 13 ഏജ് ഗ്യാപ്പിലാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടി സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റി തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, ഇതൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ചെയ്യണം. അതിപ്പം എഴുതിയതാവാം, എഴുതപ്പെടാത്തതാവാം, അങ്ങനെ പല പല റൂൾസ് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ കുട്ടി അത് എന്ത് ചെയ്യാണ്, അത് അനുസരിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് അനുസരിക്കേണ്ട ഒന്നാണ്, സൊസൈറ്റിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു കണ്ടീഷനിൽ കുട്ടി ഈ ഒരു സോഷ്യൽ ഓർഡർ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. അതാണ് ഈ സ്റ്റേജ് 4 പറയുന്നത്. ദ ലാസ്റ്റ് ലെവൽ ഈസ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഇറ്റ് ഈസ് ഫ്രം ദ ഏജ് 13 ആൻഡ് ബിയോണ്ട്. ഹിയർ ദ യങ് അഡൾട്ട്സ് ഡെവലപ്പ് ദെയർ ഓൺ ഐഡിയാസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ്. Alternatives are considered. Ideas are based on principles. Usually occurs around the college years. The 5th stage is social contract and individual rights. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4th സ്റ്റേജിൽ നമ്മൾ പറയുന്നത്, അതായത് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡറിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ സൊസൈറ്റിയുടേതായ റൂൾസ് എല്ലാം അവർ യാതൊരു ഓപ്പോസിഷനും കൂടാതെ അവരനുസരിക്കും. ഇപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, മുതിർന്നവരെ ബഹുമാനിക്കും. പക്ഷേ ഈ 5th സ്റ്റേജിൽ, അതായത് സോഷ്യൽ കോൺട്രാക്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സിലേക്ക് വരുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യും, ഇവർ ചോദ്യം ചെയ്യാൻ തുടങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗംഗ ഇപ്പോൾ പോണ്ട എന്ന് പറയുമല്ലോ മൺചിത്രത്താഴിൽ. അപ്പോൾ ഗംഗ എന്ത് ചെയ്യും, അതിപ്പോൾ അത്ര വലിയ റൂളൊന്നുമല്ല, സൊസൈറ്റി ഉണ്ടാക്കിയ റൂളൊന്നുമല്ല അല്ലെ, ആഭരണം എടുക്കാൻ പോകണ്ട എന്നുള്ളത്. അപ്പോൾ ഗംഗ ഓട്ടോമാറ്റിക്കലി അത് ചോദ്യം ചെയ്യും. അത് തന്നെയാണ് ഇവിടുത്തെ ഈ സ്റ്റേജിലും പറയുന്നത്. അവർക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതെന്ത് ചെയ്യും, ചോദ്യം ചെയ്യും. അതാണ് സോഷ്യൽ കോൺട്രാക്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്നുള്ളതിൽ പറയുന്നത്. ദെൻ മൂവ് ഓൺ ടു ദ ഫൈനൽ സ്റ്റേജ്. സ്റ്റേജ് 6 യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമ്മുടെ ബുദ്ധിമുട്ടായിട്ട് കണ്ടുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ ലോയ്ക്ക് എതിരാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിനെയാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലെവലിലേക്ക് എല്ലാവരും എത്തണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ കോൾബർഗ് ഫൈനൽ ലെവൽ ഓഫ് മോറൽ റീസണിങ് ആയിട്ട് പറയുന്നത് ഈ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് സ്വയം ഒരു വ്യക്തിക്ക് തോന്നുകയാണ്, അതായത് ഇത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിയമത്തിന് എല്ലാത്തിനും എതിരായിട്ട് അവന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും, മറ്റൊരാളുടെ ഇതിന് വേണ്ടിയിട്ട്. അതാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.